അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമസ്ത മദ്രസകളിലെ വാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യോത്തരങ്ങൾ വിശകലനം ചെയ്യുന്ന വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉണ്ടാവണം. വീഡിയോ ഉപകാരമുള്ളതാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ വീഡിയോയിൽ 4ാം ക്ലാസ്സിലെ താരീഖ് എന്ന വിഷയത്തിൻ്റെ ചോദ്യോത്തരങ്ങളാണ് നോക്കുന്നത്. ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി ആയിട്ട് വന്നിട്ടുള്ളത് യോജിച്ചവ ചേർക്കാം എന്നാണ്. 7 ചോദ്യങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ ഉത്തരങ്ങൾ മുകളിൽ ബ്രാക്കറ്റിലുണ്ട്. ചോദ്യങ്ങൾ വായിക്കുക, ഉത്തരങ്ങളൊക്കെ വായിച്ചു നോക്കി ഓരോ ചോദ്യങ്ങൾക്കും യോജിക്കുന്ന ഉത്തരങ്ങൾ താഴോട്ടെടുത്ത് എഴുതാനാണ്. ബ്രാക്കറ്റിൽ കൊടുത്ത ഉത്തരങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് വായിച്ചു നോക്കാം. എന്തൊക്കെയാണ്? യസ്രിബ്, മസ്ജിദുൽ ഹറാം, ബത്നുൽ വാദി, അൻസ്വാറുകൾ, അബ്ദുല്ലാഹിബ്നു അരീഖത്ത് ദുഅലി, മസ്ജിദുൽ അക്സ, മസ്ജിദുൻ നബവി. ഇങ്ങനെയാണ് ഉത്തരങ്ങൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി ഓരോ ചോദ്യങ്ങളും നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഔദാര്യശീലരും സ്നേഹസമ്പന്നരുമായിരുന്നു. ഔദാര്യശീലരായിരുന്നു, സ്നേഹസമ്പന്നരായിരുന്നു. ആരെക്കുറിച്ചാണിത് പറയുന്നത്? 11ാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ആൻസർ. അൻസാറുകളെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ? മദീനയുടെ പഴയ പേര്. മദീനയുടെ പഴയ പേര് നമ്മൾ 10ാമത്തെ പാഠത്തിൽ പഠിച്ചു. ഒന്നാമത്തെ ഓപ്ഷൻ ഇതാണ് അതിൻ്റെ ആൻസർ. എന്താണ്? മദീനയുടെ പഴയ പേര് യസ്രിബ്. ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യ ജുമുഅ നിർവഹിച്ച പള്ളിയുള്ള സ്ഥലം. നബി തങ്ങൾ മദീനയിലെത്തിയിട്ട് ആദ്യം ജുമുഅ നിർവഹിച്ചല്ലോ. ആ പള്ളിയുള്ള സ്ഥലം ഏതാ? അതും 10ാമത്തെ പാഠത്തിലുണ്ട്. ബത്നുൽ വാദി, അതാണ് അതിൻ്റെ ആൻസർ. എവിടെയാണ് ജുമുഅ നിർവഹിച്ചത്? ബത്നുൽ വാദിയിലെ പള്ളിയിൽ വെച്ച് എന്നൊക്കെ നമ്മൾ പഠിച്ചില്ലേ? ബത്നുൽ വാദി, അതാണ് അതിൻ്റെ ഉത്തരം. 4ാമത്തെ ചോദ്യം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ പണിതുയർത്തപ്പെട്ട പള്ളി. നബിൻ്റെ നേതൃത്വത്തിൽ പണിതുയർത്തപ്പെട്ട ഏത് പള്ളിയാണ് നമ്മൾ പഠിച്ചത്? അതും അതേ പാഠത്തിലുണ്ട്. ഇതാണ് അതിൻ്റെ ആൻസർ. മസ്ജിദുൻ നബവി. മദീനയിലെ മസ്ജിദുൻ നബവിയാണ് നബിയുടെ നേതൃത്വത്തിൽ പണിത പള്ളി. അപ്പോൾ മസ്ജിദുൻ നബവി എന്നിവിടെ എഴുതാം. ഇനി 5ാമത്തെ ചോദ്യം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിലേക്കുള്ള വഴികാട്ടി. നബി തങ്ങളുടെ മദീനയിലേക്കുള്ള വഴികാട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിന്നെ മദീനയിലേക്ക് ഹിജ്റ പോകുന്ന സമയത്ത് ആരായിരുന്നു വഴികാട്ടിയായിട്ടുണ്ടായിരുന്നത്? അത് 9ാമത്തെ പാഠത്തിലുണ്ട്. ഇതാണ് അതിൻ്റെ ആൻസർ. എന്താണ്? അബ്ദുല്ലാഹിബ്നു അരീഖത്ത് ദുഅലി. അബ്ദുല്ലാഹിബ്നു അരീഖത്ത് ദുഅലി ആയിരുന്നു നബി തങ്ങളുടെ വഴികാട്ടി. ഇനി 6ാമത്തെ ചോദ്യം എന്താ? മക്കയിലാണ് ഏത്? അതിൻ്റെ ഉത്തരം എന്താ? നമുക്ക് 7ാമത്തെ പാഠം നോക്കിയാൽ അറിയും. മദീനയിലാണ് മസ്ജിദുൽ ഹറാം. ഇതാ ഇവിടെ ഉണ്ട് അതിൻ്റെ ആൻസർ. മസ്ജിദുൽ ഹറാം. അപ്പോൾ മക്കയിലാണ് മസ്ജിദുൽ ഹറാം. നമ്മൾ പിന്നെ ഒരത്ഭുത രാത്രി എന്ന് പറയുന്ന ആ പാഠത്തിൽ പഠിച്ചല്ലോ. മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് പ്രയാണം ചെയ്ത ഇസ്രാ മിറാജിനൊക്കെ കുറിച്ച് പഠിച്ച ആ പാഠത്തിൽ ഈ സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇനി ഇതാ അതിൻ്റെ തൊട്ട് താഴെ ഞാനിപ്പോൾ ഈ പറഞ്ഞതിൻ്റെ അത് വന്നിട്ടുണ്ട്. 7ാമത്തെ ചോദ്യം, ഫലസ്തീനിലാണ് ഏത്? എൻ്റെ ആൻസർ ഇതാണ്. മസ്ജിദുൽ അഖ്സ. ഫലസ്തീനിലാണ് മസ്ജിദുൽ അഖ്സ. അപ്പോൾ അതാണ് അതിൻ്റെ ഉത്തരമായിട്ട് എഴുതേണ്ടത്. ഇനി 2ാമത്തെ ആക്ടിവിറ്റി പൂർത്തിയാക്കാം. 4 ചോദ്യങ്ങളാണുള്ളത്. അതിൻ്റെ അവസാന ഭാഗം ചേർത്ത് കൊടുത്ത് പൂരിപ്പിക്കാനാണ്. എന്താണ് 1ാമത്തെ ചോദ്യം? മിഅ്റാജ് രാത്രിയിലാണ് 5 വക്ത് നിസ്കാരം. മിഅ്റാജ് രാത്രിയിലാണ് 5 വക്ത് നിസ്കാരം ഫർളാക്കപ്പെട്ടത്. അതാണ് ഇവിടെ പൂരിപ്പിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ആ സെൻറ്റൻസ് പൂർത്തിയാവും. മിഅ്റാജ് രാത്രിയിലാണ് 5 വക്ത് നിസ്കാരം ഫർളാക്കപ്പെട്ടത് എന്നിവിടെ ചേർത്ത് കൊടുക്കാം. അത് 7ാമത്തെ പാഠത്തിലുണ്ട്. 2ാമത്തെ ചോദ്യം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവുമായി നടത്തിയ സംഭാഷണത്തിനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഅ്റാജിൻ്റെ രാത്രിയിൽ അള്ളാഹുവുമായി നടത്തിയ സംഭാഷണം ഉണ്ടല്ലോ, എന്താണ് അതിന് പറയുക? മുനാജാത്ത് എന്നവിടെ എഴുതി കൊടുത്താൽ മതി. മുനാജാത്ത് എന്ന് പറയുന്നത് എന്ന് എഴുതിയാൽ അത് കംപ്ലീറ്റായി.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുമായി നടത്തിയ സംഭാഷണത്തിനാണ് മുനാജാത്ത് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ? അടിമത്ത മോചനം ലഭിച്ചവരിൽ നിന്ന് ആദ്യം ഇസ്ലാം സ്വീകരിച്ചത്. അടിമത്ത മോചനം ലഭിച്ചവരിൽ നിന്ന് ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചത് ആരാ? ഒന്നാമത്തെ പാഠത്തിൽ നമ്മൾ പറയുന്നുണ്ടല്ലോ, പുരുഷന്മാരിൽ നിന്ന് ആരാണ് ആദ്യം വിശ്വസിച്ചത്, സ്ത്രീകളിൽ നിന്ന് ആരാ, കുട്ടികളിൽ നിന്ന്. അതേപോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞതാണ് അടിമത്ത മോചനം ലഭിച്ചവരിൽ നിന്ന് ആരായിരുന്നു. അതിൻ്റെ ആൻസർ സെയ്ദ് ബിനു ഹാരിസ റളിയല്ലാഹു അൻഹു. സെയ്ദ് ബിനു ഹാരിസ റളിയല്ലാഹു അൻഹു. ഇനി നാലാമത്തെ ചോദ്യം എന്താ? മദീനയിലേക്കുള്ള യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 ദിവസം, മദീനയിലേക്ക് ഹിജറ പോകുന്ന സമയത്ത് നബി തങ്ങൾ 3 ദിവസം ഡാഷ് എന്താണ് അവിടെ ചേർക്കേണ്ടത്? നമ്മളത് 9ാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. സൗർ ഗുഹയിൽ ഒളിച്ചിരുന്നു. സൗർ ഗുഹയിൽ ഒളിച്ചിരുന്നു എന്നാണ് അവിടെ ചേർക്കേണ്ടത്. മൂന്നാമത്തെ ആക്ടിവിറ്റി വർഷം എഴുതാം. 4 ചോദ്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ആ ചോദ്യങ്ങളൊക്കെ വായിച്ചു നോക്കി അതിനോട് യോജിക്കുന്ന ഏതാണോ അതിൻ്റെ വർഷച്ചാൽ അതാണ് എഴുതേണ്ടത്. ഇവിടെ ഒന്നാമത്തെ ചോദ്യം നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ താമസിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ താമസിച്ച വർഷത്തിലാണ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയി. പിന്നെ അവിടെ എത്ര കൊല്ലം താമസിച്ചു? അതിൻ്റെ ആൻസർ 7ാമത്തെ പാഠത്തിലുണ്ട്. 10 വർഷമാണ് മദീനയിൽ താമസിച്ചത്. ഇപ്പോൾ 10 വർഷം എഴുതാം. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് പുറപ്പെട്ടത്. നബി തങ്ങൾ മദീനയിലേക്ക് പുറപ്പെട്ടത് അത് ഏത് വർഷമായിരുന്നു? അത് നുബൂവത്തിൻ്റെ 13ാം വർഷമായിരുന്നു. നുബൂവത്തിൻ്റെ 13ാം വർഷം. ഞാനിവിടെ ഷോർട്ടാക്കിയിട്ട് എഴുതാനുള്ളൂ, മുഴുവനായിട്ട് എഴുതാൻ സമയം ലഭിക്കാത്തത് കൊണ്ടാണ്. ഇതും 9ാമത്തെ പാഠത്തിലാണ് ഇതുള്ളത്. ഇനി മൂന്നാമത്തെ ചോദ്യം. നബി കുടുംബം ഒരു മലഞ്ചെരുവിൽ താമസമാക്കിയത്. നബി കുടുംബം ഒരു മലഞ്ചെരുവിൽ താമസമാക്കിയല്ലോ. അഥവാ ഖുറൈശികൾ നിസ്സഹകരണം പ്രഖ്യാപിച്ചപ്പോൾ നബി കുടുംബം മലഞ്ചെരുവിൽ താമസമാക്കി. അപ്പോൾ അത് എത്ര വർഷമാണ്? 3 വർഷം എന്നെഴുതിയാൽ അവിടെ ആൻസറായി. മലഞ്ചെരുവിൽ താമസമാക്കിയത് 3 വർഷമാണ്. വളരെ പ്രയാസങ്ങൾ സഹിച്ചിട്ട് അവിടെ കഴിഞ്ഞുകൂടി എന്നൊക്കെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. 4ാമത്തെ പാഠത്തിലാണ് ഇതുള്ളത്. ഇനി 4ാമത്തെ ചോദ്യം എന്താ? എത്യോപ്യയിലേക്ക് ആദ്യം ഹിജറ പോയത് അതെപ്പോഴാണ്? അത് 3ാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നുബൂവത്തിൻ്റെ 5ാം വർഷമാണ്. നുബൂവത്തിൻ്റെ 5ാം വർഷം. നുബൂവത്തിൻ്റെ എന്നുണ്ടെങ്കിൽ നുബൂവത്തിൻ്റെ എന്ന് എഴുതണം. ഹിജറ ആണെങ്കിൽ ഹിജറ എന്നൊക്കെ എഴുതണം. സമയപരിമിതി മൂലമാണ് ഞാനിവിടെ ചുരുക്കി എഴുതിയിട്ടുള്ളത്. ഇനി 4ാമത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതാം. ഇവിടെ 5 ചോദ്യങ്ങളുണ്ട്. ചോദ്യങ്ങളൊക്കെ വായിച്ചു നോക്കി ഉത്തരം എഴുതാനാണ്. ഒന്നാമത്തെ ചോദ്യം, മുഹാജിറുകൾ എന്ന് പറയുന്നത് ആർക്കാണ്? മുഹാജിറുകൾ എന്ന് പറയുന്നത്? അത് നമ്മൾ പാഠം 11 പഠിച്ചിട്ടുണ്ട്. വിശ്വാസ സംരക്ഷണാർത്ഥം എല്ലാം ഉപേക്ഷിച്ചു മദീനയിലേക്ക് ഹിജറ പോയ സ്വഹാബികൾക്ക്, അവർക്കാണ് മുഹാജിറുകൾ എന്ന് പറയുക. വിശ്വാസ സംരക്ഷണാർത്ഥം എല്ലാം ഉപേക്ഷിച്ചു മദീനയിലേക്ക് ഹിജറ പോയ സ്വഹാബികൾക്ക്. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ? മുഹാജിറുകളും അൻസ്വാറുകളും മഹത്തായ സ്ഥാനം കരസ്ഥമാക്കി എങ്ങനെ? മുഹാജിറുകൾ അതേപോലെ അൻസ്വാറുകൾ ഇവരൊക്കെ മഹത്തായ സ്ഥാനം കരസ്ഥമാക്കിയത് എങ്ങനെയാണ്? അതിൻ്റെ ആൻസറും അതേ പാഠത്തിൽ പറയുന്നുണ്ട്. 11ാമത്തെ പാഠത്തിൽ പറയുന്നുണ്ട്. എന്താണ്? മുഹാജിറുകൾ ഹിജറ കൊണ്ടും അൻസ്വാറുകൾ നുസ്ര കൊണ്ടും. മുഹാജിറുകൾ ഹിജറ കൊണ്ടും അൻസ്വാറുകൾ നുസ്ര കൊണ്ടും. അങ്ങനെ എഴുതിയാൽ മതി. ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളെ പരസ്യമായി ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ തുടങ്ങിയത് എപ്പോഴാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരസ്യമായി ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ തുടങ്ങിയത് എപ്പോഴാണ്? അത് 2ാമത്തെ പാഠത്തിൽ അതിൻ്റെ ആൻസർ പറയുന്നുണ്ട്. എപ്പോഴാണ്? അടുത്ത കുടുംബങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുക എന്ന ഖുർആൻ സന്ദേശം ലഭിച്ചപ്പോൾ. അടുത്ത കുടുംബങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുക എന്ന ഖുർആൻ സന്ദേശം ലഭിച്ചപ്പോൾ. 4ാമത്തെ ചോദ്യം എന്താ? അവർ 2 പേരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് താങ്ങും തണലുമായിരുന്നു. അവർ ആരാണ്? അവർ 2 പേരും, 2 ആൾക്കാർ. അവർ നബി തങ്ങൾക്ക് താങ്ങും തണലുമായിരുന്നു. ആരൊക്കെയാണത്? അതിൻ്റെ ഉത്തരം അത് 4ാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒന്ന് അബൂ ത്വാലിബ്, മറ്റൊന്ന് ഖദീജ റളിയല്ലാഹു അൻഹ. അബൂ ത്വാലിബും ഖദീജ ബീവിയും. ഇനി 5ാമത്തെ ചോദ്യം എന്താ? അഖബ ഉടമ്പടി അറിഞ്ഞ ഖുറൈശികൾ എന്ത് ചെയ്തു? അഖബ ഉടമ്പടി അറിഞ്ഞ ഖുറൈശികൾ എന്താ ചെയ്തത്? 6ാമത്തെ പാഠത്തിലാണ് നമ്മളത് പഠിച്ചിട്ടുള്ളത്. മുസ്ലിങ്ങൾക്ക് നേരെയുള്ള അക്രമങ്ങൾക്ക് ശക്തി കൂട്ടി.
മുസ്ലിങ്ങൾക്ക് നേരെയുള്ള അക്രമങ്ങൾക്ക് ശക്തി കൂടി. ഇനി 5ാമത്തെ ആക്ടിവിറ്റി വ്യക്തമാക്കാം. 3 ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്തുകളിൽ പ്രധാനപ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്തുകളിൽ പ്രധാനപ്പെട്ടത് നമ്മുടെ 7ാം പാഠത്തിൽ പറയുന്നുണ്ട്. എന്താണ്? ഇസ്രാഉം മിഅ്റാജും. ഇസ്രാഉം മിഅ്റാജും എന്ന ആൻസർ എഴുതാം. ഇനി 2ാമത്തെ ചോദ്യം എന്താ? സ്ത്രീകളിൽ നിന്ന് ആദ്യം ഇസ്ലാം സ്വീകരിച്ചത്. സ്ത്രീകളിൽ നിന്ന് ആദ്യമായി ഇസ്ലാം മതം സ്വീകരിച്ചത് ആരാ? 1ാമത്തെ പാഠത്തിൽ ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സിമ്പിളായിട്ട് നമുക്ക് എഴുതാം. ഖദീജ റളിയല്ലാഹു അൻഹ. ഖദീജ ബീവിയാണ് സ്ത്രീകളിൽ നിന്ന് ആദ്യമായി ഇസ്ലാം മതം സ്വീകരിച്ചത്. 3ാമത്തെ ചോദ്യം എന്തായിരുന്നു? കുട്ടികളിൽ നിന്ന് ആദ്യം ഇസ്ലാം സ്വീകരിച്ചത്. കുട്ടികളിൽ നിന്ന് ആദ്യമായി ഇസ്ലാം മതം സ്വീകരിച്ചത് ആരാ? അതും അതേ പാഠത്തിൽ തന്നെ നമ്മൾ പഠിക്കുന്നുണ്ട്. അത് അലി റളിയല്ലാഹു അൻഹു. ഇതാണ് അതിൻ്റെ ആൻസർ. അലി ഇബ്നു അബി ത്വാലിബ് എന്നും എഴുതാം. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ ചാനലിൽ മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോകളാണ് ഉണ്ടാവുക. അതുകൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക. അല്ലാഹു തആല നമ്മുടെ പഠനവും പരീക്ഷകളും സ്വീകരിക്കട്ടെ, ഉന്നതമായ വിജയം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.